എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചായക്കൊരു കടിയാവാച്ചിട്ടാണ് ഉള്ളിയും കൊണ്ട് ഒരു ഉള്ളി ബോണ്ട. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ വേണ്ടി നോക്കാം. വലിയ ഉള്ളിയാണ്, 2-3 എടുത്തിട്ടുണ്ട്. 3 ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ അരിയണം, അല്ലാണ്ട് വണ്ണം പാടില്ല. പാകത്തിന് നീട്ടത്തിലരിയുക. 2 പച്ചമുളക് പഴുത്തു. കടലമാവ് 1 കപ്പുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചതാണ്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി അല്ലി, 2-3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 കറിവേപ്പില ഒക്കെ പാട്ട് ചതച്ചതാണ്. നമുക്ക് പിന്നെ ഇടുമ്പോൾ കോരന്ന് കാണിച്ചു തരാം. ആദ്യം ഉള്ളി മുളകും ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴയ്ക്കാം. കുഴച്ച് നോക്കിയിട്ട് ഇത് വേണമെങ്കിൽ പാകത്തിന് ഉപ്പിടാം. ഇത് കുഴച്ചാൽ ഇതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങും. നല്ല വെള്ളമൊക്കെ ഇറങ്ങും. ഉള്ളിന് വേറെ ആയി വരണം. 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. ഒരു ചേഞ്ച് ആവില്ലേ? കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ചായ കുടിക്കുമ്പോൾ ഞാൻ ഉള്ളി ബോണ്ടെന്നാണ് പറയുക. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുന്നുണ്ടോ, അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞ് വീഡിയോയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളി അങ്ങനെ ആയി, വേറെ ആയി. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചതച്ചതാണ്. കറിവേപ്പില എടുത്ത് കളയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചതച്ചിട്ട് ഇടുകയാണ്. അപ്പോൾ നല്ലതാണ് കറിവേപ്പില. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കറിവേപ്പില. മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പിന്നെ കായമൊക്കെ 1/2 സ്പൂൺ ഇടാം. നല്ലതല്ലേ വയറിനൊക്കെ. എണ്ണ കടികളൊക്കെ കഴിക്കുമ്പോൾ കായൊക്കെ ഇടണം. നമുക്ക് കുഴച്ച് വെക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളി ബോണ്ടയാണ്. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം, അഭിപ്രായം പറയണം. കടലമാവിടാം. കാൽ കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. 1 കപ്പ് കടലമാവ് ഇടണമെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടി. 1/4 വേണ്ട, അതിന് കുറച്ച് കമ്മിയായി മതി, അധികം വേണ്ട. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി ഇടുന്നുണ്ട്, നുള്ളുള്ളൂ. നമുക്ക് ഇവിടെ കുഴച്ച് നോക്കാം. വെള്ളം വല്ലാണ്ട് അധികമാകാൻ പാടില്ല, പാകത്തിനാണ് വെള്ളം. കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കണം, ചൂടുള്ള എണ്ണ കായാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കാം. നമുക്ക് ഓയിലാണ്. നമുക്കൊന്ന് നല്ല ചൂടുള്ള എണ്ണയാണ്, നോക്കി കൈകാര്യം ചെയ്യണം. എപ്പോഴും കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അറിയാം. പുതിയ കുട്ടികൾക്കാണ് പറയണത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, അധികമാകാൻ പാടില്ല വെള്ളം. മാവും അധികമാകാൻ പാടില്ല. ഉള്ളി തന്നെ മുമ്പിൽ നിൽക്കണം. അല്ലാണ്ട് കല്ല് പോലെ ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഉള്ളിയും മാവും ഒക്കെ പാടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആവണം. എണ്ണ ചൂടായി. നമുക്ക് കുറേശ്ശെ ഇടാം. കൈയൊന്ന് വെള്ളത്തിൽ നനച്ചാൽ മതി, എന്നാൽ ഒട്ടില്ല.
അങ്ങനെ നമ്മുടെ ഉള്ളി ബോണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇതേ കളറിൽ വരണം. ഇതാണ് ടേസ്റ്റ്. പെട്ടെന്ന് പണി കഴിയും, ഭയങ്കര ഈസിയാണ്, ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. ഉള്ളി ബോണ്ട. അപ്പം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കുഞ്ഞു വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.